ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എങ്ങോട്ടാന്നറിയാ ഇന്ന് എങ്ങോട്ടാന്നറിയാ? അബുലിനറിയോ? നിനക്കറിയോ? പിന്നെ എന്തിനാ വരുന്നത്? നിന്റെ കൂടെ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഖത്തറിൻ്റെ ട്രഡീഷണൽ ദോ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി പോവുകയാണ്. നവംബർ 27 സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ 18 നാഷണൽ ഡേൻ്റെ അന്ന് വരെയാണ് ദോ ഫെസ്റ്റിവൽ ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം. ലെറ്റ്സ് ഗോ. യൂഷ്വലി നമ്മൾ നാഷണൽ ഡേ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ചൂടിക്കയറ് എന്ത് സാധനം എന്ന് പറയാം നവാസ? ആണ് നമ്മുടെ നാട്ടിലെ വല നെയ്ത്ത്. ഓയിലേക്ക് കയറാൻ പോവാം. ദോ കാണാൻ പോയിന്ന്. ദോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം എനിക്ക്? ദോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ദോ അത് ഇന്ത്യയിലെ ദോയാണ്. ടൂവാ. ഇതാ ഈ സാധനത്തിന് ദോ എന്ന് പറയുന്നത്. അവർ പഴയ കാലത്ത് ഫിഷിങ്ങിനൊക്കെ ഉപയോഗിച്ച ബോട്ടാ. അറബിയിലെ ദോയാണോ ചോദിച്ചത്? ദോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മരം കൊണ്ട് ഉണ്ടാക്കുന്ന സെയിലിങ്ങിന് പോകുന്ന ബോട്ടുകളാണ്. അതിനാണ് ദോ എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ നടന്ന് കരയിൽ നിന്ന് വന്നിട്ട് നടന്ന് വന്ന് ഈ പാത്തിലേക്ക് കൂടി വന്നിട്ട് ഇതൊക്കെ ഓരോന്ന് കണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് പകൽ വെളിച്ചത്ത് വരികയാണെങ്കിൽ നല്ല ഫോട്ടോ വ്യൂ ആണ്. ഇത് തികച്ചും സൗജന്യമാണ് ഗൈസ്. ദർ ഈസ് നോ ഫീസ്. ടിക്കറ്റ് ഒന്നുമില്ല. എത്ര മുന്നോട്ട് നടന്ന് പോയി കഴിഞ്ഞാലും മിനിമം ഒരു 10 മിനിറ്റ് വെച്ച് നമ്മളിടക്ക് റെസ്റ്റ് എടുക്കണം. കാരണം ഫോട്ടോഗ്രാഫർ മെല്ലെ വരും. നമ്മൾ അതിലേ കൂടി വന്നു, തിരിച്ച് ഇതിലേ കൂടി തിരിച്ചിറങ്ങാം. ഗൈസ്, ദോ ഉണ്ടാക്കുന്ന ആശാരിമാരാണ്. ആശാരിമാരെന്ന് പറയല് ദോ ഉണ്ടാക്കുന്നത്. അറിയുന്നവർ കമൻറ്റ് ബിലോ. എന്താ എടാ ദോ ഉണ്ടാക്കുന്നവർക്ക് പറയുന്ന പേരെന്താ? ആശാരി തന്നെ. അറിയുന്നവർ കമൻറ്റ് ബിലോ. ഇവിടെ വ്യത്യസ്തമായ കൾച്ചറൽ പരിപാടികൾ നമുക്ക് കാണാൻ പറ്റും. കടൽ തീരത്ത് വലകൾ നെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ. പേടല്ലേ ഇത്? നമ്മളവിടെ കോലുകൊണ്ട കളിക്കുന്നതിന് ഇവിടെ പലക കൊണ്ടാണ്. നിസ്സാര പരിപാടിയല്ല. അത് വായിൽ വെച്ചിട്ട് സെയിം ടൈം അയാളെ കണ്ടിന്യൂസ് ഊതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഊതുന്നതിനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ള? മൊത്തത്തിലൊരു നല്ലൊരു വൈബാണ്. ഒരു വാക്കിങ്ങിനൊക്കെ ഇറങ്ങാൻ പറ്റിയ അത് മറ്റേ ബഹൂർ കത്തിക്കുന്നതാണ്. എവിടെ ചെന്നാലും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലേക്കാന്ന് പറഞ്ഞ പോലെ അവരവരുടെ സാധനത്തിൻ്റെ ഏരിയയിലേക്ക് എത്തി. എല്ലാം ഒറിജിനൽ പ്യുവർ സ്റ്റോൺസ്. വിത്ത് സർട്ടിഫിക്കറ്റ്. വാട്ട്സ് യുവർ നെയിം? അഷ്റഫ് ഫ്രം മൊറോക്കോ. എടുത്താ നാട്ടില് വാങ്ങിയില്ലേ ആനക്കൊമ്പെന്നും പറഞ്ഞിട്ട് മീൻകാരൻ മത്തിയൊക്കെ തൂക്കി കൊടുക്കുന്ന സാധനമാണ്. മീൻ തൂക്കുന്നല്ലേ? മീൻ മാത്രമല്ല, അത് മറ്റേ റേഷൻ കടയിലെല്ലാം ഉണ്ടായില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ വന്നാൽ കേസ് നമുക്ക് പല പഴയ ചാർക്കോൾ ഇടുന്നല്ലേ? നവാസിന്റെ അടുത്തുണ്ടായില്ലേ? ഇതാ മറ്റേ ഉണ്ണിയപ്പത്തിന്റെ. അപ്പൊ ഇവർ ഉണ്ണിയപ്പം ചൂടലുണ്ട് അറബികള്. ഇതാ കൈസ് ടിച്ചുവിന്റെ വീട്ടിലുണ്ടായ തേപ്പ് പൊട്ടി കൈസ്. എടാ ഇതിന്റെ പേര് അറിയുന്ന ആളാരാന്ന്? ഏത്? റബ്ബർ വെട്ടുന്നല്ല, അത് മറ്റേ കത്തിക്ക് മുറിച്ച് മുട്ടുന്ന സാധനം. അതിന്റെ പേരെന്താ? അരം. അതെയാ, അരം പ്ലസ് അരം കിന്നര. അരം പ്ലസ് അരം കിന്നര. നവാസിന് അറിയില്ലല്ലോ. ഇതാണ് ശരിക്കും മത്തി കൊടുക്കുന്ന സാധനം. വളരെ സ്കിൽഡ് ആയിട്ടുള്ള പീപ്പിൾ അവരുടെ കൈകൾ ഉപയോഗിച്ച് പല സാധനങ്ങളും കൊത്തിയെടുക്കുന്നതാണ്. ഓരോ കൺട്രീൻ്റെ കൊടിയുണ്ടടാ അതിൻ്റെ മുകളിൽ. ആ കൺട്രിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ആര്? ഒമാനികൾ. ഒമാനിൻ്റെ തൊട്ടിപ്പുറമായിട്ട് തന്നെ ഖത്തറുണ്ട്. അതായത് ഏത് രാജ്യക്കാരാണോ നിർമ്മിക്കുന്നത് അവരുടെ കൊടികൾ അതിന് മുകളിൽ കാണാൻ പറ്റുന്നതാണ്. ഇതെന്താ ഡ്രസ്സിൻ്റെ ജ്വല്ലറിൻ്റെ ഭാഗത്തുനിന്ന് മാത്രം കറങ്ങി കളിക്കുന്നത്? വാ അപ്പുറത്തേക്ക് പോലെ. ഓഗസ്റ്റ്, ഡിസംബർ, ജൂലൈ. ബെർത്ത് സ്റ്റോൺ. ഓക്കെ, അതാണ് ഗൈസ് ഇവിടെ നവംബർ, ഡിസംബർ, ഒക്ടോബർ.
എന്നുള്ളത് ഇട്ടിരിക്കുന്നത് ഡിസംബർ. എൻ്റെ ഭാഗത്ത് ക്രിയേറ്റിവിറ്റി കോൺഫറൻസ് ജോയിക്കണ്ട. മെയ് ഭയങ്കര സ്പീഷ്യസ് ആണ്. നോട്ട് അവൈലബിൾ. ഓക്കെ, അവിടെ വെച്ച മിററിൽ ഒരു ഫോട്ടോ സെൽഫി എടുത്ത് വാ. നമുക്ക് സുഡാൻ എന്താണ് ഇവിടെ ഉണ്ടാക്കുന്നത് നോക്കാം. സുഡാൻ കൺട്രി അവരുണ്ടാക്കുന്നത് ദോയും സ്റ്റോൺ ഐ തിങ്ക്. തോക്കുണ്ട് ഗൈസ്, തോക്ക് വെടിവെക്കാൻ കോവിൽ തോക്ക് ഉണ്ട്. നമ്മളെ പമ്പരം ഗൈസ്. കാലത്ത് ഫിഷിങ്ങിന് പോകുന്ന ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള തുഴയൊക്കെയുണ്ട്. വലയുണ്ട്, തുഴയുണ്ട്. അവരെ കൾച്ചറും വന്ന വഴികളൊക്കെ മറക്കാതിരിക്കാൻ ഇടയ്ക്ക് ഇതുപോലത്തെ നല്ല പരിപാടികളൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു. എല്ലാം ഇതായിരുന്നു നമ്മുടെ മുൻകാല ചരിത്രങ്ങളെന്ന് അവർക്ക് മനസ്സിലാക്കാം. മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ പല അപകടങ്ങളെയും പല മരണങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ 1925-ലുള്ളതാണ്. ഈ 1925 സംഭവിച്ചത്. 1925 സംഭവിച്ച സംഭവങ്ങൾ. ഈ വീഡിയോ ഇപ്പൊ റീക്രിയേറ്റ് ചെയ്തായിരിക്കൂലടാ? വീഡിയോ റീക്രിയേറ്റ് ചെയ്തല്ലേ? അതെ. വന്ദേ മാതരം. അതാ ഇന്ത്യൻ്റെ ഒരു കൗണ്ടറുണ്ട്. ഇന്ത്യൻ്റെ കൗണ്ടറിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ്റെ കൗണ്ടറിൽ എന്ത് പായക്കപ്പലല്ലേ? ഇന്ത്യൻ കൗണ്ടർ. അടുത്ത ഇന്ത്യൻ കൗണ്ടറിൽ എന്താ ഉള്ളതെന്ന് വീണ്ടും നമുക്ക് നോക്കാം. വന്ദേ എന്താ ഇന്ത്യൻ്റെ ജ്വല്ലറീസ് അല്ല, എന്താ കുവൈത്തിൻ്റെ ദൗറത്തുൽ കുവൈത്തിൻ്റെ അവർ ഭയങ്കര ഇഷ്ടം പോലെ കലാകാരന്മാരുണ്ട്. അവരെ ഇതും അങ്ങനെ തന്നെ ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പരിപാടികളാണ് അവരെ. കണ്ട കലാകാരന്മാർ, മജലിസിൽ കലാകാരന്മാർ പാട്ട് പാടുന്നു. അതുപോലെ തന്നെ അവരുണ്ടാക്കി വെച്ച കിച്ചൺ ഷെഫ് കുക്ക് ചെയ്യുന്നു. ഒരുപാട് നല്ല ടൈലർ, നല്ല പരിപാടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. Yaqub Abdullah from Kuwait. Okay, you did this all? No, I'm not painting. I make this is diorama. This all is handmade, right? Yes, that's right. You did it? Yes. With clay? And there is anything? Yes, sometimes with the clay. See this one? I use it like album. 1, 2, 3, 4, 5. Any picture you want to put it inside. Also this one I write in Kuwait. This is my name, Yaqub. My son, his name is Muhammad. They told me Abu Muhammad. I write here Abu Muhammad for any guy. The name and the stamp. This is my stamp. That's it. Oh, that's great. Thank you. Nice, yeah. Thanks. See? It's Sensor. sensors. Yes. Okay, there is Tyler and grocery. Many One side things. there is two. One side. One side. Okay, let's see the inside. Tyler also saying. ഇതെല്ലാം അങ്ങേരുടെ കൈകൊണ്ടുണ്ടാക്കിയതാണ് ഗൈസ്. മെഷീനറീസോ കാര്യങ്ങളെല്ലാം അങ്ങേര് കൊത്തിയെടുത്ത് ഉണ്ടാക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഇതാ പഴയ പാത്രം വിൽക്കുന്ന കട. ഇതുപോലെ തന്നെ ഇത് തട്ടുകടയെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇതൊരു ഈവനിങ് ആയിരുന്നു. കാരണം നല്ല എക്സ്പീരിയൻസ്. നമുക്ക് നമ്മൾ 2 വർഷം മുമ്പ് 1 വർഷം മുമ്പ് അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ വർഷവും സംതിങ് ഡിഫറെൻ്റ് ഉണ്ട് അവിടെ. അപ്പോൾ ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവർ ചെന്ന് വിസിറ്റ് ചെയ്തോളൂ. എങ്ങനെ ഉണ്ടായിരുന്നു അബുലെ? നഷ്ടങ്ങളൊന്നുമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി. ഖത്തറിൻ്റെ പഴയ ചരിത്രങ്ങളെല്ലാം. ഖത്തറിന്റെ മാത്രമല്ലല്ലോ, അറബ് കൺട്രീസിന്റെ ഒരുപാട് സംഭവങ്ങൾ. പിന്നെ നിനക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആർട്ടിസ്റ്റിക്സ് ആർട്ട്പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിനക്ക് ഭയങ്കരമായിട്ട് അനുഭൂതി നൽകിയിട്ടുണ്ടാവും. നവാസ് എവിടെ ഓടുന്നത്? നവാസിന്റെ അഭിപ്രായം പറയൂ. നവാസ് എന്താണ്, നിനക്ക് ക്യാമറ ഫിയർ ആണോ? നിനക്ക് ക്യാമറ സംസാരിക്കാൻ പേടിയാണോ? നിനക്ക് എന്താ കിട്ടിയ? എനിക്ക് ഇത്ര കണ്ടിട്ട് എന്ത് തോന്നി? വളരെ നല്ലതായിട്ട് തോന്നി. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. നീ ഇനും വന്നിട്ടില്ല? ഇനിയും വന്നിട്ടില്ല.
ഇല്ല. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഖത്തറിൽ ഇതുവരെ വിസിറ്റ് ചെയ്യാതെ ആളോടെല്ലാം വിസിറ്റ് ചെയ്യാൻ പറയാല്ലേ? തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഗൈസ്, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.